Hello everyone, good evening and welcome to Attendant 24/7 classes. So, നമ്മുടെ ഇന്ന് നോക്കുന്നത് AAIയുടെ എക്സാമുമായിട്ട് ബന്ധപ്പെട്ട ചില ഇക്കണോമിക്സിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമ്മൾ നോക്കുന്നത് ബേസിക് കോൺസെപ്റ്റാണ് നമ്മൾ നോക്കുന്നത്. കോൺസെപ്റ്റുമായി എന്തൊക്കെ പഠിക്കണം എന്നൊക്കെ നമുക്ക് ഓൾറെഡി അറിയാം, പഠിച്ചു കഴിഞ്ഞതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് ബേസിക് കോൺസെപ്റ്റ്സ് ബേസ് ചെയ്തുള്ള ചില ക്വസ്റ്റ്യൻസ് ആണ്. അത് എങ്ങനെ നമുക്ക് എക്സാമിനായിട്ട് ഏത് മോഡലിൽ വരും എന്നുള്ള ചില ബേസിക് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കുന്നത്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾ അറ്റാറ്റ് 24/7 ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ഒരു ആപ്പ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത്, നിങ്ങൾക്ക് പ്രീമിയം സ്റ്റഡി മെറ്റീരിയൽസ്, കറണ്ട് അഫെയർസ്, ജോലിയെക്കുറിച്ചുള്ള അലേർട്ട്, നേരത്തെ ഏതൊക്കെ ജോബാണോ വിളിക്കുന്നത് അതിനെക്കുറിച്ചുള്ള ജോബ് അലേർട്ട്സ്, ഡെയിലി ക്വിസസ്, സബ്ജക്റ്റ് വൈസ് ക്വിസസ്, മാഗസീൻസ്, പവർ ക്യാപ്സ്യൂൾസ്, നോട്ട്സ്, ആർട്ടിക്കിൾസ്, വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടും. ഒരു പ്രിപ്പറേഷൻ ആവശ്യമുള്ളത്. നിങ്ങൾ ആദ്യമായിട്ടാണ് അറ്റാറ്റ് 24/7 ക്ലാസ് യൂട്യൂബിൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പോൾ തന്നെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ഗിൽറ്റ് എഡ്ജ് സെക്യൂരിറ്റി റെഫേഴ്സ് ടു. എന്താണ് ഒരു ഗിൽറ്റ് എഡ്ജ് സെക്യൂരിറ്റി? ഈ ഗിൽറ്റ് എഡ്ജ് സെക്യൂരിറ്റി എന്ന് പറയുമ്പോൾ അത് വരുന്നൊരു ടോപ്പിക് എന്ന് പറയുന്നത് ഫൈനാൻഷ്യൽ മാർക്കറ്റ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. എ ഹൈ ഗ്രേഡ് ബോൺസ് ഇഷ്യൂഡ് ബൈ certain national governments. B. Securities which do not require registration of the name of the owner. C. The amount of capital invested or owned by the owner of a company. Then D. The value of a product or service measured in terms of money. ഏതാണ് ഗിൽറ്റ് എഡ്ജ് സെക്യൂരിറ്റി? നിങ്ങളുടെ ആൻസർ ടൈപ്പ് ചെയ്യുക. അറിയാവുന്ന ആൻസർ ടൈപ്പ് ചെയ്യുക. നിങ്ങൾക്ക് അവസരമുണ്ട്. എന്താണ് ഗിൽറ്റ് എഡ്ജ് സെക്യൂരിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത്? എന്താണ്? വാട്ട് ഡു യു മീൻ ബൈ ഗിൽറ്റ് എഡ്ജ് സെക്യൂരിറ്റി? എന്താണ് ഗിൽറ്റ് എഡ്ജ് സെക്യൂരിറ്റി എന്ന് പറയുന്നത്? വേഗം പറയൂ, എന്താണ് ഗിൽറ്റ് എഡ്ജ് സെക്യൂരിറ്റി? കമൻറ്റ് ചെയ്തോളൂ. അക്ഷയായം കമൻറ്റ് ചെയ്യും. കറക്റ്റ് ആൻസർ ഇത് തന്നെയാണ്. ഗിൽറ്റ് എഡ്ജ് സെക്യൂരിറ്റി എന്ന് പറയുന്നത് ഹൈ ഗ്രേഡഡ് ഗവൺമെൻറ് ബോൺസ് ആണ്, ഗവൺമെൻറ്റാണ് ഇഷ്യൂ ചെയ്യുന്നത്. സെക്കൻഡിലേക്ക് പോവാണ്. ഹു ഈസ് ഓതറൈസ്ഡ് ടു ഇഷ്യൂ വേരിയസ് ഗൈഡ് ലൈൻസ് ഫോർ ബാങ്ക് ഡയറക്ടേഴ്സ് ആൻഡ് ഹാസ് ദ പവർ ടു അപ്പോയിൻറ്റ് അഡീഷണൽ ഡയറക്ടേഴ്സ് ടു ദ ബോർഡ് ഓഫ്. അതായത് ആർക്കാണ് ഗൈഡ് ലൈൻസ് ബാങ്ക് ഡയറക്ടേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ടും ഈ പറയുന്ന ഗൈഡ് ലൈൻസ് ഒക്കെ ഇഷ്യൂ ചെയ്യാൻ ആർക്കാണ് അധികാരം? എ മിനിസ്ട്രി ഓഫ് ഫൈനാൻസ്, ബി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, സി ബാങ്ക് ബോർഡ്സ് ബ്യൂറോ, ഡി നൺ ഓഫ് ദി അബോവ്. ആർക്കാണ് അല്ലേ? ആർക്കാണ്? പറയൂ, ആർക്കാണ്? Who is authorized to issue various guidelines for bank directors and guidelines and has a power to appoint additional directors and appoint to the board of a banking company. ഒരു ബാങ്കിങ് കമ്പനിയുടെ പിന്നെ അഡീഷണൽ ഡയറക്ടേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്തതും ആരാണ്? എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ? വേഗം കമൻറ്റ് ചെയ്യുക. ആരാണ് അല്ലേ? ആരാണ്? എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ? മിനിസ്ട്രി ഓഫ് ഫൈനാൻസ് ആണോ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണോ, അതോ ബാങ്ക് ബോർഡ്സ് ബ്യൂറോ ആണോ, ഓർ നൺ ഓഫ് ദി അബോവ്? ഇത് കറണ്ട് അഫെയർസ് ആണ്, ന്യൂസ് പേപ്പറിൽ ഉണ്ടായിരുന്ന ഒന്നാണ് ഈ ഒരു ടോപ്പിക് എന്ന് പറയുന്നത്. യെസ്, ഓക്കെ. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ബി ആണ് വരുന്നത്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്കാണ് ഈ പറഞ്ഞ പവറുകൾ കിട്ടിയിരിക്കുന്നത്. ബാങ്ക് ബോർഡ്സ് ബ്യൂറോയ്ക്കല്ല, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്കാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇടപെടാൻ കഴിയുന്നത്. ഇനി ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ റേറ്റ്, ഇതൊരു കറണ്ട് അഫെയർസ് ടോപ്പിക്കാണ്, പത്രത്തിൽ പലപ്പോഴും വരാറുണ്ട്. അൺഎംപ്ലോയ്മെൻറ്റുമായി ബന്ധപ്പെട്ട ഡേറ്റ വരുമ്പോൾ വരാറുണ്ട്. an estimate of an economics all workforce, an estimate of an economics young workforce, an estimate of an economics female workforce, an estimate of an economy's active workforce. ഏതാണ്? ചെറിയൊരു വ്യത്യാസമുള്ളൂ. ഒരു ചെറിയൊരു കോൺസെപ്റ്റ് ഓർത്താൽ എളുപ്പമായിട്ട് മനസ്സിലാക്കാൻ നമുക്ക് കഴിയും. എന്താണ് ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ട് ഡു യു മീൻ ബൈ ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ റേറ്റ് അല്ലേ? എന്താണ്? ആൻഡ് ഈസ് ഇറ്റ് എ ആണോ? ആൻ എസ്റ്റിമേറ്റ് ഓഫ് ആൻ ഇക്കണോമീസ് ഓൾ വർക്ക് ഫോഴ്സ് ആണോ?
an estimate of an economic's young workforce ആണോ, an estimate of an economic female workforce ആണോ, അതോ an estimate of an economics active workforce ആണോ? ഇത് പത്രത്തിൽ വരുന്നൊരു കാര്യമാണ്. ഓക്കെ, പലരും ആൻസർ ചെയ്തു. ഡി ആണ് ആൻസർ എന്ന് പറയുന്നത്. എല്ലാ വർക്ക് ഫോഴ്സും എടുക്കില്ല, ആക്റ്റീവ് വർക്ക് ഫോഴ്സ് ആണ് എടുക്കുന്നത്. ഇത് അൺഎംപ്ലോയ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് വരും. ഓരോ ടൈമിൽ ഡേറ്റ് ഇങ്ങനെ പബ്ലിഷ് ചെയ്തുകൊണ്ടിരിക്കും ന്യൂസ് പേപ്പറിൽ. അത് നിങ്ങൾ ക്ലിയറായി നോക്കണം. അവിടെയാണ് ഈ പറയുന്ന ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ റേറ്റ് എന്നൊക്കെ പറഞ്ഞ് വരുന്നത്. ഇപ്പോൾ ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ റേറ്റ് ഇത്രയേ ഉള്ളൂ. അതായത് എംപ്ലോയ്മെൻ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ദോസ് ആർ വർക്കിംഗ് എൻഗേജ്ഡ് ഇൻ ആൻ ഇക്കണോമിക് ആക്ടിവിറ്റി. അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദോസ് ആർ ആക്റ്റീവ്ലി സെർച്ചിങ് ഫോർ എ ജോബ്, വില്ലിംഗ് ടു ഡു എനി ജോബ് ബട്ട് നോട്ട് ഇൻ എ പൊസിഷൻ ടു ഫൈൻഡ് എ ജോബ്. ജോലി അന്വേഷിക്കുന്നു പക്ഷേ കിട്ടുന്നില്ല, ആക്റ്റീവായിട്ട് അന്വേഷിക്കുന്നു. എന്നാൽ ചിലരുണ്ട് അവർക്ക് ജോലി ചെയ്യണം, വർക്ക് ഫോഴ്സിൻ്റെ ഭാഗം അല്ലാത്തവരുണ്ട്, അവരൊന്നും ഇതിൽ വരില്ല. ആക്റ്റീവായിട്ടുള്ളവർ മാത്രമേ ഇത് വരത്തുള്ളൂ. ആക്റ്റീവ് വർക്ക് ഫോഴ്സാണ് ഇതിൽ വരുന്നത്. ഇനി വിച്ച് ഇക്കണോമീസ് നോട്ട് പാർട്ട് ഓഫ് ടൈഗർ ഇക്കണോമീസ്. ഇതും കറണ്ട് അഫെയർസാണ്. ന്യൂസ് പേപ്പറിൽ പലപ്പോഴും ടേംസ് വരാറുണ്ട് ഓരോ ഇക്കണോമികളെക്കുറിച്ചും. Which economy is not part of tiger economy? A. China, B. Singapore, C. South Korea, D. Taiwan. ഏതാണ് ഇക്കണോമിയുടെ ആക്റ്റീവ് ടൈഗർ ഇക്കണോമിയുടെ ഭാഗം അല്ലാത്ത? ദിസ് എ കറണ്ട് അഫെയർസ് ന്യൂസ്. ഏതാണ്? ചൈനയാണോ, സിംഗപ്പൂർ ആണോ, സൗത്ത് കൊറിയ ആണോ, തായ്വാൻ ആണോ? ഏതാണ്? വിച്ച് ഇക്കണോമി ഈസ് നോട്ട് പാർട്ട് ഓഫ് ടൈഗർ ഇക്കണോമീസ്? ടൈഗർ ഇക്കണോമിയുടെ ഭാഗമല്ലാത്ത ഏതാണ്? ചൈന, സിംഗപ്പൂർ, സൗത്ത് കൊറിയ, തായ്വാൻ. ഏതാണ്? വേഗം പറയും ആൻസർ ഏതാണ് അല്ലേ? ചൈന വരുമോ, സിംഗപ്പൂർ, സൗത്ത് കൊറിയ, തായ്വാൻ? ഏതാണ് ആൻസർ വരുന്നത്? പറയൂ. ടൈഗർ ഇക്കണോമി. ഇന്ത്യൻ ഇക്കണോമി പഠിക്കുമ്പോൾ നമ്മൾ ന്യൂസ് പേപ്പറുമായിട്ട് ബന്ധപ്പെട്ട് വായിക്കുമ്പോൾ we may come across these terms like tiger economy, tiger cub economy, advanced economy, emerging economy, mature economy, developing economy, developed economy. ഇങ്ങനെ പല ടേംസ് വരാറുണ്ട്. ഓക്കെ, ഒരാൾ കമൻറ്റ് ചെയ്തിട്ടുണ്ട്, പറഞ്ഞു. അതെ, ചൈന വരില്ല. സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലെ ബൂമിംഗ് ഇക്കണോമീസിനെ വിളിക്കുന്ന പേരാണ് ടൈഗർ ഇക്കണോമി എന്ന് പറയും അല്ലേ? സിംഗപ്പൂർ വരുന്നുണ്ട്, സൗത്ത് കൊറിയ വരുന്നുണ്ട്, തായ്വാൻ വരുന്നുണ്ട്, ഹോങ്കോങ് വരുന്നുണ്ട്. ഇവരൊക്കെ ഈ ടൈഗർ ഇക്കണോമി എന്നാണ്. ഇവർക്ക് ഓരോരോ പൊട്ടൻഷ്യലുണ്ട്. ഇനി ടൈഗർ കബ് ഇക്കണോമി ഉണ്ട്, ലയൺ ഇക്കണോമീസ് ഉണ്ട്, ഇങ്ങനെ പല പല ഇക്കണോമീസ് ഉണ്ട്. ഗൾഫ് ടൈഗർ ഇങ്ങനെയൊക്കെ പലതുണ്ട്. ഇത് ന്യൂസ് പേപ്പറാണ്. ഗോ ത്രൂ ദ ന്യൂസ് പേപ്പർ, പത്രത്തിൽ നിന്നിട്ട്. ഓക്കെ, ചൈന വരില്ല, അവർ സെപ്പറേറ്റ് ആയിട്ടാണ് അറിയപ്പെടുന്നത്. ഇനി ദി ഇൻകം മെത്തേഡ് ഓഫ് കാൽക്കുലേറ്റിംഗ് നാഷണൽ ഇൻകം ഈസ് അതർവൈസ് നോൺ ആസ് എ. ഡിസ്ട്രിബ്യൂട്ടീവ് ഷെയർ മെത്തേഡ്, B. Expenditure method, C. Value added method, D. None of the above. ഏതാണ് അല്ലേ? നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇൻകം മെത്തേഡ് അല്ലേ? വി നോ ദാറ്റ് ദർ ആർ വേരിയസ് മെത്തേഡ്സ് ഫോർ കാൽക്കുലേറ്റിംഗ് നാഷണൽ ഇൻകം. നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യാൻ പല മെത്തേഡുണ്ട് അല്ലേ? സോ വൺ ഓഫ് ദ മെത്തേഡ് ഫോർ കാൽക്കുലേറ്റിംഗ് നാഷണൽ ഇൻകം ഈസ് ഇൻകം മെത്തേഡ്. സോ ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഓർ അതർവൈസ് നോൺ ആസ് വാട്ട്? എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ? വെദർ ഇറ്റ് ഈസ് ഡിസ്ട്രിബ്യൂട്ടീവ് ഷെയർ മെത്തേഡ് ആണോ, എക്സ്പെൻഡിച്ചർ മെത്തേഡാണോ, വാല്യൂ ആഡഡ് മെത്തേഡാണോ, നൺ ഓഫ് ദി അബോവ്? ഇതൊന്നുമല്ല, ഇവയൊന്നുമല്ല. ഏതാണ് അല്ലേ? ദി ഇൻകം മെത്തേഡ് ഓഫ് കാൽക്കുലേറ്റിംഗ് നാഷണൽ ഇൻകം ഈസ് അതർവൈസ് നോൺ ആസ് ഇൻകം മെത്തേഡ് അല്ലേ? നാഷണൽ ഇൻകം കണക്കാക്കാൻ ഉപയോഗിക്കുന്ന വേറൊരു പേരുണ്ട്. ഏതാണത്? ഇൻകം മെത്തേഡ് ഓഫ് കാൽക്കുലേറ്റിംഗ് നാഷണൽ ഇൻകം ഈസ് അതർവൈസ് നോൺ ആസ്. അതറിയപ്പെടുന്ന മറ്റൊരു പേരെന്താണ്? ഏതാണ്? ഇത് ബേസിക് ക്വസ്റ്റ്യൻ ആണ്. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻസേ ചോദിക്കത്തുള്ളൂ. കോൺസെപ്റ്റ് ഉണ്ട്, കോൺസെപ്റ്റ് വരത്തുള്ള സിമ്പിൾ ക്വസ്റ്റ്യൻസേ വരത്തുള്ളൂ. ഏതാണ്? ഇൻകം മെത്തേഡ് ഫോർ കാൽക്കുലേറ്റിംഗ് നാഷണൽ ഇൻകം ഈസ് അതർവൈസ് നോൺ ആസ്. വേഗം കമൻറ്റ് ചെയ്തോളൂ. ഓക്കെ, എന്താണ് ഇൻകം മെത്തേഡ് ഓഫ് കാൽക്കുലേറ്റിംഗ് നാഷണൽ ഇൻകം ഈസ് അതർവൈസ് നോൺ ആസ്? അത് എ ആണ്. ഡിസ്ട്രിബ്യൂട്ടീവ് ഷെയർ മെത്തേഡ് എന്നറിയപ്പെടും അല്ലേ? ഇത് എക്സ്പെൻഡിച്ചർ മെത്തേഡ് വേറെ ഉണ്ട്, വാല്യൂ മെത്തേഡ്, പ്രോഡക്റ്റ് മെത്തേഡൊക്കെ വേറെയുണ്ട്. ഇൻകം മെത്തേഡ് ഉണ്ട് അല്ലേ? ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, ആ ഒരു ഇൻകം, ലേബർ, ലാൻഡ്, അതിന് കിട്ടുന്ന ഇൻകം, വേജ് ഒക്കെ എടുത്ത് ആഡ് ചെയ്തെടുക്കുക. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് കറക്റ്റ്? ഏതാണ് ഇതിൽ തെറ്റുള്ളത്? എ. ആൻ ഓർഗനൈസ്ഡ് ആൻഡ് ഇൻ്റഗ്രേറ്റഡ് ബാങ്കിങ് സിസ്റ്റം ഈസ് എ ഫീച്ചർ ഓഫ് എ ഡെവലപ്ഡ് മണി മാർക്കറ്റ്. ബി. ഇറ്റ് പ്രൊമോട്ട്സ് ഇക്കണോമിക് ഗ്രോത്ത് and helps the proper allocation of resources in different sectors of the economy. ഇതൊരു ബാങ്കിങ് സിസ്റ്റം എന്നാണ്.
സി. ഇനി അടുത്തത് സി, കോൾ റേറ്റ് ഈസ് എ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് പെയ്ഡ് ഓൺ കോൾ ലോൺസ്. സി ഡി സോറി, മണി മാർക്കറ്റ് പ്രൊവൈഡ്സ് എ മെക്കാനിസം ഫോർ സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ ടു ഇംപ്ലിമെൻറ്റ് മോണിറ്ററി പോളിസി. ഏതാണ്? എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ? ഫസ്റ്റ് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഒരു ഓർഗനൈസ് ഇൻ്റഗ്രേറ്റഡ് ബാങ്കിങ് സിസ്റ്റം ഉണ്ടെങ്കിൽ അത് ഒരു ഡെവലപ്പ് മണി മാർക്കറ്റിൻ്റെ ഫീച്ചറാണ്. രണ്ടൊരു ബാങ്കിങ് സിസ്റ്റം അത് ഇക്കണോമിക് ഗ്രോത്തിനും റിസോഴ്സ് പ്രോപ്പറായിട്ട് പല സെക്ടറുകളിൽ എത്താനും ഇവർ സഹായിക്കാറുണ്ട് എന്ന് പറയുന്നുണ്ട്. കോൾ റേറ്റ് എന്ന് പറഞ്ഞാൽ അത് ഒരു ഇൻട്രസ്റ്റ് ആണ്, കോൾ ലോണുകൾക്ക് കൊടുക്കുന്നൊരു ഇൻട്രസ്റ്റ് ആണ്. ഡി പറയുന്നു മണി മാർക്കറ്റ് പ്രൊവൈഡ്സ് എ മെക്കാനിസം ഫോർ സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ ടു ഇംപ്ലിമെൻറ്റ് മോണിറ്ററി പോളിസി. സെബിക്ക് മോണിറ്ററി പോളിസി ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടി മോണിറ്ററി മാർക്കറ്റ് ഹെൽപ്പ് ചെയ്യാറുണ്ട് എന്നാണ് പറയുന്നത്. ഏതാണ്? ഏതാണ്? പറഞ്ഞോളൂ. എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ? ഏതാണ് ശരിയായ ആൻസർ? എ, ബി, സി, ഡി അല്ലേ? ശരിയായിട്ടുള്ളത് നിങ്ങൾക്ക് എടുക്കാം. ഏതാണ് വരുന്നത് പ്രോപ്പറായിട്ട്? എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ ആൻസർ വരുന്നത്? ഏതാണ്? വേഗം പറയും അല്ലേ? ഏതാണ്? നോട്ട് കറക്റ്റ് എന്നാണ്, തെറ്റായിട്ടുള്ളതാണ് അല്ലേ? അപ്പോൾ ശരിയെന്ന് അറിഞ്ഞാൽ തെറ്റ് എടുക്കാൻ എളുപ്പമാണ് അല്ലേ? ഉറപ്പ്, ശരി ഇതാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ തെറ്റ് ഇതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത അല്ലേ? നോട്ട് വന്നാൽ ഏതാണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് കറക്റ്റ്? ഏതാണ് ആൻസർ? ഡി പറഞ്ഞു. യെസ്, കാരണം മോണിറ്ററി പോളിസി ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ അല്ല. മോണിറ്ററി പോളിസി വരുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, ദി എയ്പെക്സ് ബാങ്ക്, ദ സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ, ദി എയ്പെക്സ് ബാങ്ക് ഓഫ് ഇന്ത്യ, ദാറ്റ് ഈസ് എ സെൻട്രൽ bank, that is Reserve Bank of India, and Reserve Bank of India is responsible for announcing monetary policy and that directly impact money supply. I ബന്ധപ്പെട്ട മണി സപ്ലൈയും ഇൻഫ്ലേഷനെയൊക്കെ ബാധിക്കുന്ന, ഗ്രോത്തിനെയൊക്കെ സ്വാധീനിക്കുന്ന ഒരു പോളിസിയാണ് ഈ മോണിറ്ററി പോളിസി. ക്രെഡിറ്റ് മോണിറ്ററി പോളിസി എന്ന് പറയും. അത് ആർ ബി ഐയുടെ കയ്യിലാണ്, വേറെ ആരുടെയും കയ്യിലല്ല. ഇനി 7, borrowing and lending for a time period between 14 to 365 days is അല്ലേ? ബോറോയിങ്ങും ലെൻഡിങ്ങും നടത്തുന്നുണ്ട്. എത്രയാണ്? 14 to 365 days, 14 മുതൽ 365 ദിവസം വരെയുള്ളൂ. അതിൻ്റെ പേരെന്താണ്? എ, ടേം മണി, ബി, ഓവർനൈറ്റ് കോൾ മണി, സി, നോട്ടീസ് മണി, ഡി, നൺ ഓഫ് ദി അബോവ്. ഏതാണ്? ബോറോയിങ് അല്ലേ? ആൻഡ് ലെൻഡിങ്, വാങ്ങലും വിൽക്കലുമുണ്ട്, പൈസയാണെന്നേ ഉള്ളൂ. അത് കൊടുക്കുകയും ചെയ്യും, വാങ്ങുകയും ചെയ്യും. For a time period between 14 to 365 days is known as 314 മുതൽ 365 ദിവസം വരെ ചെയ്യും. ഏതാണ്? എ, ടേം മണി, ബി, ഓവർനൈറ്റ് കോൾ മണി, സി, നോട്ടീസ് മണി, ഡി, നൺ ഓഫ് ദി അബോവ്. ഏതാണ്? 14 മുതൽ 365 ദിവസം വരെയാണ് ഇത് നടക്കുന്ന പല ട്രാൻസാക്ഷൻ ഉണ്ട്. ഒരു ദിവസമുണ്ട്, 14 വരെ ഉണ്ട്. സം എക്സ്റ്റെൻഡ് ടു 14 to 365, in between 14 to 365. നമ്മുടെ ക്വസ്റ്റ്യൻ 14 365 ആണ്. ബോറോയിങ് ഒക്കെ ഉണ്ടെങ്കിൽ ഏത് വരും? എ, ടേം മണി, ബി, ഓവർനൈറ്റ് കോൾ മണി, സി, നോട്ടീസ് മണി, ഡി, നൺ ഓഫ് ദി അബോവ്. ഏതാണ് അല്ലേ? ഏതാണ്? എ, ടേം മണി പറയുന്നു, ബി, ഓവർനൈറ്റ് കോൾ മണി പറയുന്നു, സി, നോട്ടീസ് മണി പറയുന്നു, ഡി, നൺ ഓഫ് ദി അബോവ്. ഏതാണ്? ബോറോയിങ് ആൻഡ് ലെൻഡിങ് അത് 14 മുതൽ 365 ദിവസം വരെയാണ്. ഏതാണ്? ഇത് ഫൈനാൻഷ്യൽ മാർക്കറ്റ് എന്നൊരു ടോപ്പിക്കാണ്. ഫൈനാൻഷ്യൽ മാർക്കറ്റ് എക്സാമിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, വളരെ ആൻസർ വന്നിട്ടുണ്ട്. ഓക്കെ, ശരി, സി പറഞ്ഞവരുണ്ട്. ഓക്കെ, ശരിക്കും ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് എ ആണ്, ടേം മണിയാണ്. ടേം മണി അല്ലേ? ഒരു ദിവസത്തേക്കാണെങ്കിൽ അതിന് ഓവർനൈറ്റ് കോൾ മണി, 1 to 14 ആണെങ്കിൽ നോട്ടീസ് മണി. എന്നാൽ 14 to 365, ബിറ്റ്വീൻ 14 to 365 ആണ് ഫണ്ട് ഉണ്ടെങ്കിൽ അതിന് പറയുന്ന പേരാണ് ടേം മണി. ടേം മണി ഇത് ഫൈനാൻഷ്യൽ മാർക്കറ്റിലുണ്ട്, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ട്രഷറി ബിൽ പഠിച്ചിട്ടുള്ളതായിരിക്കണം. ട്രഷറി ബില്ലുണ്ട്, കൊമേഴ്സ്യൽ പേപ്പറുണ്ട്, കോൾ മണി മാർക്കറ്റുണ്ട്, റിപ്പോ, റിവേഴ്സ്. ഇതൊക്കെ ഈ പറയുന്ന മണി മാർക്കറ്റിൻ്റെ ഒരു ടൂൾസാണ്. ഇതിനൊരു പീരീഡ് ഉണ്ട് അല്ലേ? മണി മാർക്കറ്റിൻ്റെ പ്രത്യേകത ഇറ്റ് എക്സ്റ്റെൻഡ് അപ് ടു 365 days, കൂടുതലില്ല അല്ലേ? ഫണ്ട് വാങ്ങലും വിൽക്കലും. ഇപ്പോൾ എക്സസ് ഉള്ളിടത്ത് നിന്ന് അല്ലെങ്കിൽ സർപ്ലസ് ഉള്ളിടത്ത് നിന്ന് ഡെഫിസിറ്റ്, കുറവുള്ളിടത്തേക്ക് ഫണ്ട് പോകും. കൂടുതലുള്ളതിൽ നിന്ന് കുറവ് എവിടെയാണോ അവിടേക്ക് ഫണ്ട് എത്തുന്നു. അതാണ് ഈ മണി മാർക്കറ്റ് ചെയ്യുന്നത്. ഫൈനാൻഷ്യൽ മാർക്കറ്റിലുണ്ട്. അതിനാണ് പല പല ടൂൾസ് ഉണ്ട് അല്ലേ? അത് കാലാവധിയുണ്ട്. ഇത് മാക്സിമം 365 മണി മാർക്കറ്റ് നിൽക്കും.
365 ദിവസത്തിൽ എല്ലാ പൈസയും സെറ്റിൽ ചെയ്ത് കൊടുക്കലും വാങ്ങലൊക്കെ സെറ്റിൽ ചെയ്തിരിക്കണം. 360 ദിവസത്തിൽ മോർ ദാൻ 1 ഇയർ ആണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ക്യാപിറ്റൽ മാർക്കറ്റ്. ക്യാപിറ്റൽ മാർക്കറ്റിൽ ഇങ്ങനെയുള്ള കാലാവധിയൊന്നുമില്ല. അത് എത്ര വേണോ പോവാം. 5, 10, 20, 30, 40, 50, 60, 70, 80, 90 ഇങ്ങനെ പോവാം അല്ലേ. പക്ഷെ ഇവിടെ വരുമ്പോൾ മണി മാർക്കറ്റ് വരുമ്പോഴാണ് 365 ദിവസം വരെയാണ് മാക്സിമം. അപ്പോൾ അതിനൊരു കാലാവധിയുണ്ട്. ഒരു ദിവസമാണെങ്കിൽ വി കോൾ ഇറ്റ് ആസ് ഓവർ നൈറ്റ് കോൾ മണി. ബിറ്റ്വീൻ 1 to 14 then we call it as notice money. When it exceeds 14 days and up to 365, that is between 14 to 365 days, then we call it as term money. നമ്മൾ അതിനെ വിളിക്കുന്നതാണ് term money. അടുത്ത് പോവാണ്. which of the following is not correct? ശരിയല്ലാത്തതാണ്. The activities of the indigenous banks are under the control of the Reserve Bank of India. B, the pension fund is regulated through the Pension Fund Regulatory and Development Authority, PFRDA. C, money market is significantly important for financing industry, financing trade, implementation of monetary policy and self-sufficiency of banks and financial institutions. D, a developed money market provides cash and cheap remittance facilities for transferring funds from one market to another or other market. ഏതാണ് 8? ഏതാണ്? എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ? ഏതാണ് ഇതിൽ തെറ്റായിട്ടുള്ളത് അല്ലേ? എ വരുമോ, ബി വരുമോ, സി വരുമോ, ഡി വരുമോ എന്ന് നമുക്ക് പറയാൻ പറ്റും. തെറ്റായിട്ടുള്ളത് ഏതാണ്? ഇപ്പോൾ ഇൻഡിജീനിയസ് ബാങ്കുകൾ എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള ബാങ്കുകൾ, ചില ലോക്കൽ ബാങ്ക് അങ്ങനെയുള്ളത്, അതൊക്കെ ആർ ബിയുടെ കീഴിൽ വരുന്നുണ്ട് എന്ന് പറയുന്നു. രണ്ട് പെൻഷൻ ഫണ്ടുണ്ട്, അത് ഇവർ റെഗുലേറ്റ് ചെയ്യാറുണ്ടെന്നാണ്. പെൻഷൻ ഫണ്ട് റെഗുലേറ്ററി ഡെവലപ്മെൻറ്റ് അതോറിറ്റിയാണ്, PFRD ആണ് പെൻഷൻ ഫണ്ടുകളൊക്കെ റെഗുലേറ്റ് ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട് അല്ലേ. നമ്മൾ പൊതുവേ പെൻഷൻ കൊടുക്കുന്നത് ഗവൺമെൻറ്റാണ്. അപ്പോൾ ഇവിടെ ഇപ്പം ഇവർ റെഗുലേറ്റ് ചെയ്യുന്നു എന്ന് ഒരു സ്റ്റേറ്റ്മെൻറ്റ് വരുന്നുണ്ട്. സി, മണി മാർക്കറ്റ് ഈസ് സിഗ്നിഫിക്കൻ്റ്ലി ഇമ്പോർട്ടൻറ്റ് ഫോർ ഫൈനാൻസിങ് ഇൻഡസ്ട്രി, വ്യവസായം, ഫൈനാൻസിങ് ട്രേഡ്, ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് മോണിറ്ററി പോളിസി ആൻഡ് സെൽഫ് സഫിഷ്യൻസി ഓഫ് ബാങ്ക്സ് ആൻഡ് ഫൈനാൻഷ്യൽ ഒക്കെ വ്യവസായത്തിനും ബാങ്കുകളുടെ സെൽഫ് സഫിഷ്യൻസി ഒക്കെയും ഇവർ ഹെൽപ്പ് ചെയ്യാറുണ്ടെന്ന് പറയുന്നു. അടുത്ത് ഡി, എ ഡെവലപ്ഡ് മണി മാർക്കറ്റ് പ്രൊവൈഡ്സ് ക്യാഷ് ആൻഡ് ചീപ്പ് റെമിറ്റൻസ് ഫെസിലിറ്റി ഫോർ ട്രാൻസ്ഫർ ഫ്രം ഒരു നല്ലൊരു മണി മാർക്കറ്റ് ചെയ്യുന്നത് ഫണ്ട് ചീപ്പായിട്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യിക്കാനൊക്കെ സഹായിക്കുമെന്നാണ്. ഏതാണ്? ആൻസർ വന്നിട്ടുണ്ട്. ഓക്കെ, എ ആണ് ശരിയായിട്ടുള്ള ആൻസർ. ഇൻഡിജീനിയസ് ബാങ്കുകൾ എന്ന് പറയുമ്പം RBI റെഗുലേറ്റ് ചെയ്യത്തില്ല. RBI ഇൻഡിജീനിയസ് ബാങ്കുകളെ റെഗുലേറ്റ് ചെയ്യാറില്ല. RBI നെവർ എവർ റെഗുലേറ്റ് ഇൻഡിജീനിയസ് ബാങ്ക്സ്. കാരണം മണി മാർക്കറ്റിൽ എടുക്കുമ്പോൾ രണ്ട് തരത്തിലുള്ള മാർക്കറ്റുണ്ട്. വൺ ഈസ് ഓർഗനൈസ്ഡ് മാർക്കറ്റ്. Organized market constitutes that those markets which are based on rules and regulations, based on certain laws. നിയമപരമായി നിയമത്തിൻ്റെയും ചില റൂൾസ് റെഗുലേഷൻസ് അനുസരിച്ച് പോകുന്ന മാർക്കറ്റുകളെയാണ് ഓർഗനൈസ്ഡ് മാർക്കറ്റ് എന്ന് വിളിക്കും. എന്നാൽ അൺഓർഗനൈസ്ഡ് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ദേ ആർ ഡിവോയിഡ് ഓഫ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഓർ ലോസ്. അങ്ങനെ റൂൾസ് റെഗുലേഷൻസ് ഇല്ല. അതാണ് അൺഓർഗനൈസ്ഡ് മാർക്കറ്റ്. ഹൗവർ ഓർഗനൈസ്ഡ് markets are regulated primarily by RBI, then also SEBI. ഇവരൊക്കെയാണ് ഓർഗനൈസ്ഡ് മാർക്കറ്റ് റെഗുലേറ്റ് ചെയ്യുന്നു. ദെൻ ഈ പെൻഷൻ ഫ്രം ഫണ്ട് റെഗുലേറ്ററി അതോറിറ്റി ഇവരൊക്കെ ഓർഗനൈസ്ഡ് മാർക്കറ്റിൽ വരുന്നതാണ്. അൺഓർഗനൈസ്ഡിൽ നോ റെഗുലേറ്റർ അല്ലേ. അതിൽ പറയുന്ന നാട്ടുകോട്ടെ, ചെട്ടിയാർ, മാർവാഡീസ്, ഇങ്ങനെയുള്ള ലോക്കൽ ഇൻഡിജീനിയസ് ബാങ്ക്, ചിറ്റ് ഫണ്ട്സ്, ഇങ്ങനെ കുറേ പേരുണ്ട്. അവരാണ് എപ്പോഴും ഈ പറയുന്ന അൺഓർഗനൈസ്ഡ് മാർക്കറ്റ്. റൂൾസ് റെഗുലേഷൻസ് ഇല്ല. കൊള്ളപ്പലിശയായിരിക്കും, അവർക്ക് തോന്നുന്ന പലിശയായിരിക്കും, കൊടുത്തില്ലേ പ്രശ്നം, അങ്ങനെയൊക്കെയാണ് അവരുടെ ഇത് പോകുന്നത്. അവരാണ് ഈ പറയുന്ന ഇൻഡിജീനിയസ് ബാങ്ക്സ്. ഇൻഡിജീനിയസ് ബാങ്കിൽ അവർ വരാറുണ്ട് അല്ലേ. അവർ RBIയുടെ കീഴിൽ വരാറില്ല. അതാണ്. ഇനി 9th question, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ് അല്ലേ. ഇത്രയും നേരം നമ്മൾ നോക്കിയാൽ പലതും ശരിയല്ലാത്തതിൽ ശരി എന്നെടുക്കാം. A, the Indian money market does not possess highly developed and adequately developed ബാങ്കിങ് സിസ്റ്റം അല്ലേ. വലിയ രീതിയിലും പര്യാപ്തമായ രീതിയിലും വളർന്നൊരു ബാങ്കിങ് സിസ്റ്റം നമുക്കില്ലെന്നാണ് പറയുന്നത് അല്ലേ. ബി, ദ ക്യാപിറ്റൽ മാർക്കറ്റ് ഈസ് റെഗുലേറ്റഡ് ത്രൂ RBI. ക്യാപിറ്റൽ മാർക്കറ്റ് റെഗുലേറ്റ് ചെയ്യുന്നത് RBI വഴിയാണ് എന്ന് പറയുന്നു അല്ലേ. സി, ദ മ്യൂച്വൽ ഫണ്ട് മാർക്കറ്റ് ഈസ് റെഗുലേറ്റഡ് ത്രൂ വയ RBI. മ്യൂച്വൽ ഫണ്ട് മാർക്കറ്റും RBI വഴി റെഗുലേറ്റ് ചെയ്യുന്നു എന്നാണ് പറയുന്നത് അല്ലേ.
D. When one bank faces a permanent shortage of cash, then the bank with surplus cash lends the former bank with money for 1 or 2 days is known as interbank call money market. അല്ലേ, എങ്കിലും ഒരു ബാങ്കിൽ പെർമനൻ്റ് ആയിട്ട് ക്യാഷ് ഷോർട്ടേജ് വന്നാൽ അപ്പോൾ സഹായിക്കും. അതാണ് ഈ പറയുന്ന ഇൻ്റർ ബാങ്ക് കോൾ മണി മാർക്കറ്റ് എന്ന് വിളിക്കും. അല്ലേ, 1-2 ദിവസത്തിനുള്ളിൽ സെറ്റ് ചെയ്താൽ മതി. ഏതാണ് ഇത് ശരിയായിട്ടുള്ള ഏതാണ്? ഏതാണ് ശരിയായിട്ടുള്ളത്? ഏതാണ്? വേഗം പറയും. ഏതാണ് കറക്റ്റായിട്ടുള്ള ഏതാണ്? അല്ലേ, എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ? ഏതാണ്? എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ? അല്ലേ, ഫസ്റ്റ് പറയുന്നത് ഇന്ത്യൻ മണി മാർക്കറ്റ് ഇറ്റ് ഈസ് നോട്ട് ഡെവലപ്ഡ്, ഇറ്റ് ഈസ് അണ്ടർ ഡെവലപ്ഡ്, നോട്ട് ആഡിക്വറ്റ്ലി ഡെവലപ്ഡ്. സെക്കൻഡ് പറയുന്നത് ദ ക്യാപിറ്റൽ മാർക്കറ്റ് ദാറ്റ് ഈസ് റെഗുലേറ്റഡ് ബൈ via Reserve Bank of India. Then mutual fund, it is also regulated by Reserve Bank of India. Then when one bank faces permanent cash shortage, then they can borrow or seek help from other banks. They can borrow for 1 or 2 days. That is known as interbank call money market. അതാണ് ഈ ഒരു ഓപ്ഷൻ പറയുന്നത്. എ, ബി, സി, ഡി ഏതാണ്? പൂജാലക്ഷ്മി കമൻറ്റ് ചെയ്തു ഡി ആണെന്ന് പറഞ്ഞു. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ശരിയായ ആൻസർ എ ആണ്. ഈ ഡി വരാത്തത് പെർമനൻറ്റ് ഷോർട്ടേജിന് ഒരിക്കലും ഹെൽപ്പ് ചെയ്യില്ല, ടെമ്പററി മിസ്മാച്ച് ആണ്. ടെമ്പററി ആണ് ഇവർ ഹെൽപ്പ് ചെയ്യുന്നത്. പെർമനൻ്റ് ആയിട്ടുള്ളതിനൊന്നും ഇല്ല, പെർമനൻ്റ് ഇല്ല. ടെമ്പററി ആയിട്ട് മിസ്മാച്ച് വരുമ്പോഴാണ് ഈ ഒരു മണി മാർക്കറ്റിൽ ഈ ഇൻ്റർ ബാങ്ക് കോൾ മണി മാർക്കറ്റ് എന്ന വിൻഡോ വഴി എടുക്കുന്നത്. ഇതാണ്. അപ്പം ആൻസർ ഡി തെറ്റാണ്. ഇതാണ് ഇന്ത്യൻ മണി മാർക്കറ്റ് ഡെവലപ്ഡ് അല്ല, വളർന്നിട്ടില്ല അത്രത്തോളം. അടുത്ത് ഗിൽറ്റ്, 10th ക്വസ്റ്റ്യൻ, ഗിൽറ്റ് എച്ച് സെക്യൂരിറ്റി റഫ്. ഇത് നേരത്തെ ഇട്ടുന്നു. ഓക്കെ, റിപ്പീറ്റഡ് ആയിപ്പോയി, സോറി. 11th പോവാം. ഹു ഓപ്പറേഷണലൈസസ് മോണിറ്ററി പോളിസി ത്രൂ ഡേ ടു ഡേ ലിക്വിഡിറ്റി മാനേജ്മെൻറ്റ് ഓപ്പറേഷൻ? അല്ലേ, ആരാണ് ഈ പറയുന്ന ഡെയിലിയുള്ള കാര്യങ്ങൾ ചെയ്ത് ഈ പറയുന്ന മോണിറ്ററി പോളിസി ഡേ ടു ഡേ ലിക്വിഡിറ്റി മാനേജ്മെൻറ്റ് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്ന ആരാണ്? എ, ഫൈനാൻഷ്യൽ മാർക്കറ്റ് ഓപ്പറേഷൻസ് ഡിപ്പാർട്ട്മെൻറ്റ്, ബി, മിനിസ്ട്രി ഓഫ് ഫൈനാൻസ്, സി, മിനിസ്ട്രി ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി, ഡി, നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് NSO? ഏതാണ്? അല്ലേ, മോണിറ്ററി പോളിസി ത്രൂ ഡേ ടു ഡേ ലിക്വിഡിറ്റി മാനേജ്മെൻറ്റ് ഓപ്പറേഷൻ വഴി അതിവർ മാനേജ് ചെയ്യുന്ന ആരാണ്? എ, ഫൈനാൻഷ്യൽ മാർക്കറ്റ്സ് ഓപ്പറേഷൻസ് ഡിപ്പാർട്ട്മെൻറ്റ്, then B, Ministry of Finance, Ministry of Commerce and Industry, C, D, National Statistics Office? ഏതാണ്? അല്ലേ, എ വരുമോ? ഫൈനാൻഷ്യൽ മാർക്കറ്റ്സ് ഓപ്പറേഷൻസ് ഡിപ്പാർട്ട്മെൻറ്റ് വരുമോ? അല്ലെ മിനിസ്ട്രി ഓഫ് ഫൈനാൻസ് വരുമോ? ബി പറയുന്നു. സി പറയുന്നു മിനിസ്ട്രി ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി വരുമോ? ഡി പറയുന്നു നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ്. ഏത് വരും? NSO വരുമോ? ആരാണ്? പലരും ആൻസർ കമൻറ്റ് ചെയ്തു എ ആണ്. ശരിക്കും ഇതാണ് ഫൈനാൻഷ്യൽ മാർക്കറ്റ്സ് ഓപ്പറേഷൻസ് ഡിപ്പാർട്ട്മെൻറ്റ്. അത് ഫൈനാൻഷ്യൽ മാർക്കറ്റ്സ് ഓപ്പറേഷൻസ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത് ആരുടെ കീഴിൽ? RBIയുടെ കീഴിൽ വരുന്ന ഡിപ്പാർട്ട്മെൻറ്റ്. അവരാണ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നോക്കുന്നത്. അല്ലേ, ഈ ഡേ ടു ഡേ മോണിറ്ററി പോളിസി എല്ലാം ഡേ ടു ഡേ ലിക്വിഡിറ്റി മാനേജ്മെൻറ്റ് ഓപ്പറേഷൻ നോക്കുന്നത് ദിസ് എ, ദാറ്റ് ഈസ് ഫൈനാൻഷ്യൽ മാർക്കറ്റ്സ് ഓപ്പറേഷൻസ് ഡിപ്പാർട്ട്മെൻറ്റ്. നെക്സ്റ്റ്, who is tasked with the function of stabilizing the rate of inflation? വിലക്കയറ്റം. വിലക്കയറ്റവുമായിട്ട് വെച്ചാൽ അത് സ്റ്റെബിലൈസ് ചെയ്യാൻ ആർക്കാണ് അധികാരമുള്ളത്? അല്ലേ, ഇൻഫ്ലേഷൻ റേറ്റ് അത് ഒന്ന് സ്റ്റെബിലൈസ് ചെയ്ത് നിർത്തുക ആർക്കാണ്? എ, സെൻട്രൽ ഗവൺമെൻറ്, ബി, കൊമേഴ്സ്യൽ ബാങ്ക്സ്, സി, മിനിസ്ട്രി ഓഫ് ഫൈനാൻസ്, ഡി, നൺ ഓഫ് ദി അബോവ്? ആരാണ്? എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ? ഏതാണ്? അല്ലേ, ഇൻഫ്ലേഷൻ റേറ്റുമായി ബന്ധപ്പെട്ട് ആരാണ്? സെൻട്രൽ ബാങ്ക് ഗവൺമെൻറ് ആണോ, കൊമേഴ്സ്യൽ ബാങ്ക്സ് ആണോ, മിനിസ്ട്രി ഓഫ് ഫൈനാൻസ് ആണോ, ഡി, നൺ ഓഫ് ദി അബോവ്? ആരാണ്? അല്ലേ, അവിനാഷ്, ഹായ് അവിനാഷ്, റൈറ്റ്. ആരാണ്? ഹു ഈസ് ടാസ്ക്ഡ് വിത്ത് ദ ഫംഗ്ഷൻ ഓഫ് സ്റ്റെബിലൈസിങ് ദ റേറ്റ് ഓഫ് ഇൻഫ്ലേഷൻ? ഇൻഫ്ലേഷൻ റേറ്റ് ആണ്. ഈ റേറ്റ് സ്റ്റെബിലൈസ് ചെയ്യാൻ ആർക്കാണ് പറ്റുന്നത്? സെൻട്രൽ ഗവൺമെൻറ്റിന് പറ്റുമോ? കൊമേഴ്സ്യൽ ബാങ്ക്സിന് പറ്റുമോ? മിനിസ്ട്രി ഓഫ് ഫൈനാൻസിന് പറ്റുമോ? നൺ ഓഫ് ദി ഡി പറയുന്നു. ഇപ്പോൾ ഇതൊന്നും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡിയിൽ പോകാം. അല്ലേ, അല്ലെങ്കിൽ എയോ ബിയോ സി പറയാം, അതുപോലെ അല്ലെങ്കിൽ ഡി പോകാം. ഏതാണ്? എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ? ആരാണ് ഇത്തരത്തിലുള്ള
സ്റ്റെബിലൈസിങ് ദ റേറ്റ് ഓഫ് ഇൻഫ്ലേഷൻ. ഇൻഫ്ലേഷൻ റേറ്റ് സ്റ്റെബിലൈസ് ചെയ്ത് നിർത്തുന്നത് ആരാണ്? ഇതിൽ ആരാണ്? അല്ലേ, പറയും, വേഗം പറയും. ഒരു ആൻസർ ബി വന്ന് പറഞ്ഞു. ഓക്കെ, ശരിക്കും ആൻസർ എന്ന് പറയുന്നത് ഡി ആണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് ആൻസർ പറയുന്നത്. ആൻസർ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്, ബാക്കി ആർക്കുമില്ല. അതവർ ചെയ്യുന്ന പോളിസിയുടെ പേരാണ് മോണിറ്ററി പോളിസി. അല്ലേ, ഇൻഫ്ലേഷൻ കൺട്രോൾ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? അല്ലേ, ഇൻഫ്ലേഷൻ കൺട്രോൾ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? മണി സപ്ലൈ കൺട്രോൾ ചെയ്താൽ മതി. മണി സപ്ലൈ എങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റും? ലോൺ ഉണ്ടല്ലോ, ലോണിന് കൊടുക്കുന്ന ഇൻട്രസ്റ്റ് കുറയ്ക്കുകയോ കൂട്ടുകയോ ചെയ്താൽ മതി. കുറച്ച് ഇൻട്രസ്റ്റ് കൊടുത്താൽ മണി സപ്ലൈ കൂടും. കാരണം ഉള്ളവരെല്ലാം പോയി ലോൺ എടുക്കും, പുതിയ ബിസിനസ് തുടങ്ങും, ഓൾറെഡി ഉള്ള ബിസിനസ് എക്സ്പാൻഡ് ചെയ്യും. അങ്ങനെ കുറേ പേർക്ക് ജോലി കിട്ടും, അങ്ങനെ ആൾക്കാർക്ക് ശമ്പളം കിട്ടും, അവരുടെ പൈസ കിട്ടും. ആ പൈസ കൊണ്ട് മാർക്കറ്റിൽ പോയി സാധനങ്ങൾ ഇഷ്ടം പോലെ വാങ്ങും. അങ്ങനെ വാങ്ങുമ്പോൾ പ്രൊഡ്യൂസേഴ്സ് വിചാരിക്കും ആൾക്കാരെ പൈസ ഉണ്ട്, നമ്മളിപ്പം വില കൂട്ടിയാൽ അവർ വാങ്ങും. അങ്ങനെ അവർ വില കൂട്ടും, നമ്മൾ വാങ്ങുന്നു. കുറച്ചും കൂടെ കഴിഞ്ഞാൽ അവർ കുറച്ചും കൂടെ കൂട്ടും, നമ്മൾ വാങ്ങും. കുറച്ചും കൂട്ടും, നമ്മൾ വാങ്ങും. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇൻഫ്ലേഷനിലേക്ക് പോകും. അല്ലേ, ഈ ഒരു സമയത്ത് എക്സ്പാൻഷണറി മോണിറ്ററി പോളിസി എന്ന് പറയുന്നതിന് ചില സമയത്ത് കോൺട്രാക്ഷണറി മോണിറ്ററി പോളിസിയിലേക്ക് വരും. അതായത് മണി സപ്ലൈ കുറച്ച് കൊടുക്കും. മണി സപ്ലൈ കുറയ്ക്കാൻ ഒരേ ഒരു വഴിയുള്ളൂ, ബാങ്കിൻ്റെ പലിശ കൂട്ടിയാൽ മതി. നല്ല പലിശയ്ക്ക് ഒരുത്തിനും പോയി ലോൺ എടുക്കില്ല. അപ്പോൾ പുതിയ ബിസിനസ് തുടങ്ങില്ല, ഓൾറെഡി ഉള്ള ബിസിനസ് എക്സ്പാൻഡ് ചെയ്യില്ല. മാത്രമല്ല പുതിയ ആൾക്കാർക്ക് ജോലി കൊടുക്കില്ല, ഉള്ളവരുടെ ജോലി പോകും. അങ്ങനെ ആൾക്കാരുടെ കയ്യിൽ പൈസ കുറയും. പൈസ കുറയുമ്പോൾ ആൾക്കാർ കൂടുതൽ സാധനം വാങ്ങില്ല. അപ്പോൾ പ്രൊഡ്യൂസേഴ്സ് എന്ത് ചെയ്യും? ആൾക്കാരെ കൂടുതൽ അട്രാക്റ്റ് ചെയ്യിക്കാൻ വേണ്ടി എന്ത് ചെയ്യും? അവർ വില കുറയ്ക്കും. അങ്ങനെ വില ഒരു പരിധി വരെ കുറയാം. കൂടുതൽ കുറഞ്ഞു പോയാൽ ഡീഫ്ലേഷൻ ആവും. അവിടെ വരുമ്പോൾ ഡീഫ്ലേഷൻ വരുമ്പോൾ വീണ്ടും മണി സപ്ലൈ കിട്ടും. ഇൻഫ്ലേഷൻ, ഡീഫ്ലേഷൻ, മണി സപ്ലൈ. ഇത് ആർ ബിയുടെ കയ്യിലാണ്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കയ്യിലാണ് ഈ പറയുന്ന ഇൻഫ്ലേഷൻ സ്റ്റെബിലൈസ് ചെയ്ത് നിർത്താനായിട്ട് ഇന്ത്യയിൽ പറ്റുന്നത്. ആർ ബി ഐക്കാണ് ഡയറക്റ്റായിട്ട് ചെയ്യാൻ. ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ കയ്യിലെന്ന് പറയുക ഫിസ്ക്കൽ പോളിസി ഉണ്ട്. അത് ടാക്സ്, റവന്യൂ കുറയ്ക്കുക, അത് വേറെ ഒബ്ജക്റ്റീവാണ്. ഫിസ്ക്കൽ പോളിസിയുടെ ഒബ്ജക്റ്റീവ് ഡിഫറൻ്റ് ആണ്. ഈ ഇൻഫ്ലേഷൻ ഡയറക്റ്റായിട്ട് ടാസ്ക് കൊടുത്തിട്ടുള്ള ആർ ബി ഐക്കാണ്, നേരിട്ട് കൺട്രോൾ ചെയ്ത് എടുക്കാനായിട്ട് പറ്റും. നമ്മളങ്ങനെ ഇൻഫ്ലേഷൻ ഇന്ത്യയിൽ ടാർഗറ്റ് ചെയ്ത് വെക്കുന്നത്. രഘുറാം രാജൻ നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഗവർണർ ആയിരിക്കുന്ന സമയത്താണ് ഇൻഫ്ലേഷൻ ടാർഗറ്റിംഗ് കൊണ്ടുവരുന്നത്. ഇത്രതിനപ്പുറം പോകാൻ പാടില്ല, അല്ലേ? കൂടിക്കഴിഞ്ഞാൽ പ്രശ്നമാണ്. ഫോർ എക്സാമ്പിൾ ശ്രീലങ്കയിൽ എന്താ പറ്റിയത്? ബിക്കോസ് ഇറ്റ് എക്സീഡഡ് ദി ലിമിറ്റ്. ആ ലിമിറ്റ് കടന്നുപോയി. പാകിസ്ഥാനിൽ എന്താ ലിമിറ്റ് കടന്നുപോയി. സിംബാബ്വെ പണ്ടെന്താ ലിമിറ്റ് കടന്നുപോയി. ഇങ്ങനെ ജർമ്മനി ഇന്റർവോർ ഇയേഴ്സിൻ്റെ ആഫ്റ്റർ ദ ഫസ്റ്റ് വേൾഡ് വാർ, ബിഫോർ ദ സെക്കൻഡ് വേൾഡ് വാർ അവർക്കും പറ്റി. ആ കൺട്രോളില്ല. ഹൈപ്പർ ഇൻഫ്ലേഷനൊക്കെ ആയിപ്പോൾ, ഗാലപ്പിംഗ് ഇൻഫ്ലേഷൻ ആയിപ്പോൾ, ചിലപ്പോൾ റണ്ണിങ് ആയിപ്പോൾ. അങ്ങനെയൊക്കെ വന്നു കഴിയുമ്പം പറ്റില്ല, അല്ലേ? അതെപ്പോഴും ഒരു മാർക്കറ്റിൽ നോക്കുന്ന ആർ ബി ആണ്. അങ്ങനെയാണ് അവർ മോണിറ്ററി പോളിസി, റിപ്പോ റേറ്റ്, റിവേഴ്സ് റിപ്പോ റേറ്റ്, MSF, CRR, SLR, ഇങ്ങനെ കുറേ ടൂൾസ് ഉണ്ട്. ദിസ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്, എക്സാമിനാണ് വേണ്ടത്. അപ്പോൾ ഇത് അറിയണമെങ്കിൽ മണി ഫങ്ഷൻസ് എന്നൊരു ടോപ്പിക് പഠിക്കണം. സെക്കൻഡ് ഇൻഫ്ലേഷൻ പഠിക്കണം. ടൈപ്സ് ഓഫ് ഇൻഫ്ലേഷൻ പഠിക്കണം. ഡീഫ്ലേഷൻ പഠിക്കണം. പിന്നെ ഇൻഫ്ലേഷൻ്റെ മറ്റ് ടൈപ്പ് എന്താണ്, കാരണങ്ങൾ എന്തൊക്കെ പഠിച്ചു വെക്കണം. അത് പഠിച്ചു വെക്കുമ്പോൾ തന്നെ മോണിറ്ററി പോളിസി എളുപ്പമായി. പിന്നെ ഫൈനാൻഷ്യൽ മാർക്കറ്റും പഠിക്കണം. അത് ട്രഷറി ബില്ല് ഈ പറയുന്ന മോണിറ്ററി പോളിസിയിൽ ഉപയോഗിക്കുന്നതാണ്. OMO എന്ന് പറയും, ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ. ചിലപ്പോൾ ഇതെല്ലാവർക്കും മനസ്സിലാവണമെന്നില്ല. ഇങ്ങനെ കുറേ ടോപ്പിക്കുണ്ട്. ഇത് എക്സാമുകൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഏരിയ എന്ന് പറയുമ്പോൾ നാഷണൽ ഇൻകം ഒന്നുണ്ട്, അടുത്ത് വരുന്ന മോണിറ്ററി പോളിസി, പിന്നെ ഫിസിക്കൽ പോളിസി. ഇങ്ങനെ കുറച്ച് ഏരിയയൊക്കെയാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് എന്ന് പറയുന്നത്. ബാക്കി ഇമ്പോർട്ടൻ്റ് അല്ല, ഹൈ പ്രയോറിറ്റിയിൽ ചോദിക്കാൻ സാധ്യതയുള്ളൊരു മേഖലയാണ് ഇതെന്ന് പറയുന്നത്. ഇപ്പം SSCക്കൊക്കെ ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ഒരു ഏരിയയാണ് ഇൻഫ്ലേഷൻ ഒക്കെ, മോണിറ്ററി പോളിസി എന്നൊക്കെ ചോദിക്കാറ്, നാഷണൽ ഇൻകം. പക്ഷേ അത് അറ്റൻഡ് ചെയ്യണമെങ്കിൽ ചിന്തിക്കണം. അത് ഇക്കണോമിക്സ് ഈസ് എ ടെക്നിക്കൽ സബ്ജക്റ്റ്, ആ രീതിയിലാണ്, അല്ലേ? അപ്പം ഇത്രയുമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിനി മറ്റൊരു സെഷനിലൊക്കെ ഇനി എന്തെങ്കിലും കാണാം. ഓക്കെ, അപ്പോൾ നന്നായിട്ട് എക്സാമൊക്കെ എല്ലാവരും എഴുതുക. അപ്പോൾ ഇന്നത്തെ സെഷൻ ഇത്രയേ ഉള്ളൂ. അപ്പോൾ